നമസ്കാരം, ഞാൻ അസിൽജിത്ത്. CNN സ്കൂളിലെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഗ്രാമമായ പെരിഞ്ചേരിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലാണ് പെരിഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരവും ഏറ്റവും പുരാതന പൂരമായ ആറട്ടുപുഴ പൂരവും ഈ മണ്ണിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി ഞാൻ എൻ്റെ തൃശ്ശൂരിൻ്റെ പ്രത്യേകതകൾ പറയാം. തൃശ്ശൂരിനെ രൂപകൽപ്പന ചെയ്തത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം ആദ്യമായി നടത്തിയതും ഇദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും മഹത്തവുമായ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. പെരുവന്നം ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ ഉദ്ഭവനത്തോടെയും പരശുരാമൻ്റെ ആഗമനത്തോടെയും ഈ ക്ഷേത്രം നിലവിലുണ്ടെന്ന് പറയപ്പെടുന്നു. തൃശ്ശൂർപേരൂർ അഥവാ തൃശ്ശൂർ. എന്നാൽ വടക്കുംനാഥ ക്ഷേത്രം, കോട്ടപ്പുറം ശിവക്ഷേത്രം, പൂങ്കുന്നം ശിവക്ഷേത്രം എന്നിങ്ങനെ 3 പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളുടെ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബൈബിൾ ടവർ ചർച്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമ ജുബ മസ്ജിദും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം ഇന്ത്യ പെർഫോമിംഗ് കലകൾ, പ്രത്യേകിച്ച് കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ പരമ്പരാഗത കേരള കലകൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രം. അതിരപ്പള്ളി ഇന്ത്യയുടെ നയഗ്ര എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗംഭീരമായ വെള്ളച്ചാട്ടം തൃശ്ശൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂരിനടുത്തുള്ള ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൃഷ്ണക്ഷേത്രമാണിത്. തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്ന് അറിയപ്പെടുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഗ്രാമമായ പെരിഞ്ചേരിയെ കുറിച്ചാണ്. തൃശ്ശൂരിൽ നിന്നും 10 കിലോമീറ്റർ തെക്ക് ആയാണ് പെരിഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. പഴയ കാലങ്ങളിൽ പെരിഞ്ചേരി പെരിയ ചേരി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രസിദ്ധ ക്ഷേത്രമായ തിരുവള്ളക്കാവ് ക്ഷേത്രവും തൃത്താമശ്ശേരി ക്ഷേത്രവും പാറകോവിൽ ക്ഷേത്രവും പെരിഞ്ചേരിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത പള്ളിയായ തിരുഹൃദയം പള്ളിയും പെരിഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഗ്രാമത്തിന് ചുറ്റും സമൃദ്ധമായ പച്ചപ്പും വയലുകളും ജലാശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റേത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.